കേരളം പിടിക്കും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തെയും അല്ലെങ്കിൽ UDF-നെയും വെല്ലുവിളിക്കുന്നില്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് BJP-ക്ക് വെല്ലുവിളിയാകുന്നത് പാർട്ടിക്കകത്ത് തന്നെയുള്ള ഘടകങ്ങളാണോ എന്നൊരു തരത്തിൽ കൂടിയാണ് ഈ ചർച്ച മുന്നോട്ട് പോകുന്നത്. സന്ദീപ് വാര്യർ പറഞ്ഞതുകൊണ്ട് ചില വിഷയങ്ങൾ അത് ഷാബു പ്രസാദും ശ്രീത്ത് പണിക്കരും ഒക്കെയാണ് പറയേണ്ടത് അതിനുള്ള പ്രതികരണം. പക്ഷേ ശ്രീ ജോർജ് പടിപ്പാറ, അധികാരമില്ലെങ്കിൽ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു പോയിന്റ്, അധികാരമില്ലാതെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വിഭാഗം അത് വെറുതെ ഇരിക്കുകയില്ല എന്ന് സന്ദീപ് വാര്യർ പറയുന്ന ചില എക്സാമ്പിൾസ് ഒക്കെ എടുത്തുകൊണ്ടാണ്. രാജീവ് ചന്ദ്രശേഖറും അമിത്ഷായ്ക്കും കേരളത്തിലെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നും പറയുന്നു. നിലമ്പൂർ നമുക്ക് മാറ്റി നിർത്തിയാൽ പോലും ഇനി അങ്ങോട്ട് സംസ്ഥാന നേതൃത്വത്തിന് അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം അസൈൻ ചെയ്യുന്നത് പോലെ സംസ്ഥാന നേതൃത്വത്തിന് വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമോ? പിടിച്ചെടുക്കലും ഒക്കെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക്, പക്ഷേ കൂടുതൽ വളരാൻ BJP-ക്ക് തടസ്സമാകുന്നത് പാർട്ടിക്കകത്തു നിന്ന് തന്നെയുള്ള ഘടകങ്ങളാണ്. അപ്പം നമുക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ BJP-യുടെ ആത്മവിശ്വാസത്തിന്റെ ഘടകങ്ങൾ ഷാബു പ്രസാദ് പറഞ്ഞു, അതുപോലെ തന്നെ ശ്രീജിത്ത് പണിക്കരും പറഞ്ഞു. പക്ഷേ ഈ ആത്മവിശ്വാസത്തിനപ്പുറത്ത് ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റീസിനെ ചൂണ്ടിക്കാണിച്ച് സ്വന്തം അനുഭവങ്ങളും അതുപോലെ തന്നെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളും വ്യക്തമാക്കിക്കൊണ്ടാണ് സന്ദീപ് വാര്യർ സംസാരിച്ചത്. ഇത് രണ്ടും ഒരുപോലെ പ്രസക്തമാണ് എന്നുള്ളതാണ് വസ്തുത. BJP-യെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസം പകരുന്ന ഘടകം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവരുടെ മിന്നുന്ന പ്രകടനം തന്നെയാണ്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ അവർ ലീഡെടുത്തു. മറ്റ് 9 സ്ഥലത്തോ അതിലധികം അത്രയും സ്ഥലത്ത് രണ്ടാം സ്ഥാനത്തെത്തി. 9 സ്ഥലത്ത് പല ലോക്സഭാ മണ്ഡലങ്ങളിലും അവർ പോലും പ്രതീക്ഷിക്കാത്ത വോട്ട് നേടാൻ കഴിഞ്ഞു. മൊത്തം എടുത്താൽ ഏതാണ്ട് 20% വോട്ട് ഷെയറും കിട്ടി. ഇത് തീർച്ചയായിട്ടും ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും അവർക്ക് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടിറങ്ങാൻ ഉള്ള കരുത്ത് പകരുന്ന ഒരു ഘടകം തന്നെയാണ്. അത് നമ്മൾ അവഗണിച്ചിട്ട് കാര്യമില്ല. മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം BJP ശക്തിപ്പെടുകയാണെന്നും BJP LDF-ന്റെ വോട്ടുകളിലേക്ക് കാര്യമായി പെനിട്രേറ്റ് ചെയ്യുന്നുവെന്നും പല സ്ഥലത്തും ആറ്റിങ്ങൽ, ആലപ്പുഴ, തിരുവനന്തപുരം എന്ന് തുടങ്ങി കേരളത്തിലെ പല മണ്ഡലങ്ങളിലും, തൃശ്ശൂരിന്റെ കാര്യം പറയണ്ട, അവിടെ വലിയ അട്ടിമറി വിജയം തന്നെയാണ്. 75,000 വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തോടെ ആ മണ്ഡലം പിടിച്ചെടുക്കുകയും ചെയ്തു. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ BJP-ക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു നിരാശപ്പെടേണ്ട ആവശ്യമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഈ പറയുന്നത് പോലെ ഈ പറഞ്ഞ പോലെ 35 നഗരസഭകള്, 2 കോർപ്പറേഷനുകള്, 3000-ഓളം പഞ്ചായത്ത് വാർഡുകള്, 300 ഗ്രാമപഞ്ചായത്തുകൾ എന്നൊക്കെ പറയുന്നത് ഈ പറഞ്ഞ പോലെ സ്വപ്നം കാണുമ്പോൾ പാൽപ്പായസം സ്വപ്നം കാണുമ്പോൾ അമ്പലപ്പുഴ പാൽപ്പായസം തന്നെ സ്വപ്നം കാണുന്ന പോലെയൊക്കെ ഉള്ളൂ. അത്രയൊന്നും എത്തിയില്ലെങ്കിൽ അതൊന്നും അത്രയൊന്നും എത്താൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടല്ല അമിത്ഷായെ പോലെയുള്ള ഒരു പ്രമുഖ നേതാവ് അണികൾക്ക് ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ അതിന്റെ ഒരു നേർപകുതി അല്ലെങ്കിൽ അതിന്റെ 1/3 നേടിയാൽ പോലും BJP-യെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനുള്ളൊരു ഇത് പാർട്ടി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകർക്ക് ഊർജം പകരാൻ, ആത്മവിശ്വാസം പകരാൻ പാർട്ടിക്ക് അങ്ങനെ ഒരു ഇത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർക്ക് വിശ്വാസമുണ്ട്, ഒന്ന് ഒത്തുപിടിച്ചാൽ കുറെ കൂടി കാര്യങ്ങൾ ചില സ്ഥലത്തെങ്കിലും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നവർക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇതുവരെ BJP-യോടൊപ്പം വരാത്ത വലിയൊരു ജനവിഭാഗം, അതായത് മുൻകാലത്ത് ഒരിക്കലും കിട്ടാത്ത അളവിൽ ഈഴവ ജനവിഭാഗങ്ങളുടെ വോട്ടുകൾ, പണ്ട് നായർ സമുദായത്തിൽ നിന്നും നമ്പൂരി, അതായത് സവർണ ഹിന്ദു വോട്ടുകളൊക്കെ നേരത്തെ മുതൽ തന്നെ BJP-ക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഇത്രത്തോളം വലിയ ഒരളവിൽ, ഇത്രത്തോളം ബൾക്കായി ഈ പറഞ്ഞ പിന്നോക്ക വിഭാഗ വോട്ടുകൾ BJP വോട്ട് ബാങ്കിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ വോട്ട് പെട്ടിയിലേക്ക് എത്തിയത്. ഇത് തന്നെയാണ് ഈ വരാനിരിക്കുന്ന 2 തെരഞ്ഞെടുപ്പുകളിൽ 2 മുന്നണികളെയും അലോസരപ്പെടുത്തുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന, അവർ ഉറക്കം കെടുത്തുന്ന ഒരു വസ്തുത. ആ വോട്ട് ബാങ്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പോലെ പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ആശങ്ക, പ്രത്യേകിച്ച് മുൻപൊക്കെ ഈ പറഞ്ഞ ഈ ചോർച്ച കാര്യമായി ബാധിച്ചിരുന്നത് UDF-നെയാണ്. പക്ഷെ UDF-ന് ഇനി ചോരാനില്ല, കാരണം അതൊക്കെ ഓൾറെഡി ചോർന്ന് കഴിഞ്ഞു. ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ പ്രധാനമായും ചോർന്നു പോയത് LDF-ന്റെ വോട്ടുകളാണ്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ജയചന്ദ്രൻ പോലും അത് അംഗീകരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു ചോർച്ച ഉണ്ടായി എന്നൊരു വസ്തുതയാണ് എന്റെ കൺമുമ്പിൽ, എന്റെ അയൽപ്പക്കത്ത്, എന്റെ നാട്ടിലൊക്കെ സംഭവിച്ചതാണ്. ഞാൻ ഇതുവരെ LDF-ൽ പ്രവർത്തിച്ച് കണ്ട ആ വിഭാഗത്തിൽപ്പെട്ട ധാരാളം മനുഷ്യർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറുഭാഗത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടതാണ്. എന്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ്, കേരളം മുഴുവൻ ദൃശ്യമായ കാഴ്ച. അപ്പൊ നമ്മൾ കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല. സന്ദീപ് വാര്യർ പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമാണ്. അങ്ങനെയുള്ള ഒരു യാഥാർത്ഥ്യം നിൽക്കെയാണ്
ഈ പറഞ്ഞ നിലമ്പൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കിട്ടിയ വോട്ട് പോലും കിട്ടാത്ത ഒരവസ്ഥ, അതും ഈ പറഞ്ഞ പോലെ ക്രിസ്ത്യൻ പ്രീണനം അല്ലെങ്കിൽ ക്രിസ്ത്യൻ വോട്ട് ബാങ്കിലേക്ക് പെനിട്രേറ്റ് ചെയ്യുക, അവരെ സ്വന്തം കൂടാരത്തിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പ്രയത്നത്തിന്റെ ഒരു പ്രതിഫലനം നിലമ്പൂരുണ്ടാകും, പാലക്കാട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു. ഈ പറഞ്ഞ പോലെ അവിടെ മറ്റേ മുനമ്പം വിഷയം ഉണ്ടായിരുന്നു. ഒന്നും സംഭവിച്ചില്ല. പാലക്കാടൊന്നും സംഭവിച്ചില്ല. ഇവിടെ ഒരു മർത്താമസവക്കാരനെ തന്നെ പിടിച്ചു മത്സരിപ്പിച്ചു. ഇവിടെയും ഒന്നും സംഭവിച്ചില്ല. അപ്പോ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്ന പോലെയുള്ള വലിയ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ചിലതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും കാലം ഇപ്പൊ അപർണ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ BJP-യെ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വളർച്ച ഇല്ലാത്തൊരവസ്ഥയിലേക്ക് തള്ളിവിടുന്നതിന്റെ ഒരു കാരണം ഈ പാർട്ടിക്കകത്തെ ആഭ്യന്തര പ്രശ്നങ്ങളുമാണ്. അതായത് സുരേന്ദ്രൻ വിഭാഗം വരുന്നുണ്ടെങ്കിൽ മറുവശത്ത് മറ്റേ വിഭാഗം തഴയപ്പെടും. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള BJP-യിൽ ഏറ്റവും ജനപ്രീതിയുള്ള, ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് സ്വീകാര്യമായ ആളുകളൊക്കെ സൈഡ് ലൈൻ ചെയ്യപ്പെടും. അതുപോലെ തന്നെ MT രമേശും കൃഷ്ണദാസും അടക്കമുള്ള ആ വിഭാഗം പാടെ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു. ഇനി അവർക്കാണ് അധികാരം കിട്ടുന്നതെങ്കിൽ നേരെ തിരിച്ച് സംഭവിക്കുന്നു. ഒരടി മുന്നോട്ട് വെക്കുമ്പോൾ പാർട്ടിക്കകത്തെ പടലപിണക്കങ്ങളും അതുപോലെ തന്നെ പാർട്ടിക്കകത്തെ ശീതസമരങ്ങളും അതുപോലെ തന്നെ തുറന്ന സമരങ്ങളും പോലും രണ്ടടി പുറകോട്ട് പോകുന്ന ഒരു കാഴ്ച നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പലപ്പോഴും BJP-ക്ക് ശ്രീ ജോർജ് കേരളത്തിൽ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, അതായത്